എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായുള്ള സഹജീവനം സ്നേഹ ഗ്രാമം ഒന്നാം ഘട്ടം സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് മുളിയാറിലാണ് പുനരധിവാസ ഗ്രാമത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക്, കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോളജി ബ്ലോക്ക് എന്നിവയാണ് പുനരധിവാസ ഗ്രാമ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി തുറന്നത്. 58 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് പുനരധിവാസ ഗ്രാമത്തിന്റെ പ്രവർത്തികൾക്കായി നീക്കിവെച്ചത്. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുവെന്നും പുനരധിവാസ ഗ്രാമത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായത് സർക്കാരിനും സാമൂഹിക നീതി വകുപ്പിനും അഭിമാന മുഹൂർത്തമെന്നും ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വൊക്കേഷണൽ ട്രെയിനിങ്ങിനും സ്കിൽ എൻഹാൻസ്മെന്റിനുമുള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കും. തൊഴിലുകളിലേക്ക് പോകാൻ അവസരം സൃഷ്ടിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പരിശീലനം അവർക്ക് നൽകും. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് കൊടുക്കും. അങ്ങനെ ഒരു സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് പോകാൻ കഴിയുന്ന വിധത്തിലാണ് ഈ പുനരധിവാസ ഗ്രാമങ്ങൾ വിഭാവനം ചെയ്യപ്പെടുന്നത്. 4 ഘട്ടങ്ങളിലായാണ് സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് സഹകരണത്തോടെ ഭിന്നശേഷി കുട്ടികൾക്കായി കളിയുപകരണങ്ങൾ നിറഞ്ഞ സെൻസറി പാർക്ക് സ്ഥാപിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്.